എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളകന്തയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് ലൈക്കുമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് മഹേശനും അരുന്ധതിയും അവരെല്ലാരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം മഹേശനും പറഞ്ഞു, ഓ നമ്മുടെ എത്ര നാളത്തെ കാത്തിരിപ്പല്ലേ, എത്ര കാലമായി നമ്മൾ കാത്തിരിക്കുന്നേ, ഓരോ ദിവസം എണ്ണി എണ്ണിയെ പോയിക്കൊണ്ടിരിക്കണേ. ഇങ്ങനെ ഒരു സൗഭാഗ്യം നമുക്ക് വന്നു ചേരുമെന്ന് നമ്മുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമാണെന്ന് ചോദിക്കുക. ഇത് കേട്ടത് അരുന്ധതി പറഞ്ഞു, അത് ശരിയാ, എത്രയും പെട്ടെന്ന് ദേ കുഞ്ഞു പുറത്തു വന്നാൽ മതിയായിരുന്നു, കാണാൻ തിടുക്കോ എന്ന് പറയണേ. ലക്ഷ്മി പറഞ്ഞു, എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമില്ലേ ഏട്ടത്തി, അതിൻ്റെതായ സമയത്ത് നടക്കുള്ളൂ എന്ന് പറഞ്ഞ ഇതാന്ന് പറയാണ്. ഇത് കേട്ട മഹേശ്വരൻ പറഞ്ഞു, അർജുമോന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു, ഒരു കുഞ്ഞു വേണമെന്ന്. ആ നന്ദയുടെയും ഗൗതത്തിന്റെ ഒരു കുഞ്ഞിനെ കാണുന്നില്ലായിരുന്നോ, ആ ആഗ്രഹം നടക്കാനായിട്ട് പോന്നേ. അരുന്ധതി പറഞ്ഞു, അത് ശരിയാ, അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിരുന്ന ഗൗതത്തിനെ അല്ലായിരുന്നോ, അപ്പൊ അവന്റെ ഒരു കുഞ്ഞിനെ കാണുന്നുള്ള അവന്റെ ആഗ്രഹമായിരുന്നു. ദേ കുഞ്ഞ് പറന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ കുഞ്ഞിന് ഒരു പേരിടണമല്ലോ എന്ന് പറയാണ്. ലക്ഷ്മി പറഞ്ഞു, അത് കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം പോരെന്ന് ചോദിക്കാം. എന്നാലും മനസ്സിലൊരു ആഗ്രഹം, അല്ല അതിപ്പോ ആണാണോ പെണ്ണാണോ എന്നറിയാതെ എങ്ങനെയാ നമ്മൾ പേരൊക്കെ തീരുമാനിക്കണം എന്ന് ചോദിക്കാം. എനിക്ക് ഉറപ്പുണ്ട് അതൊരു ആൺകുട്ടിയായിരിക്കും, ഒരു ആൺകുട്ടി ആവാനാണ് ചാൻസ് കൂടുതൽ എന്ന് അരുന്ധതി പറയാണ്. ഞാനൊരു പേരും കണ്ടുവച്ചിട്ടുണ്ട്, അഭിമന്യു എന്ന് പറയണം. മഹേശ്വരൻ പറഞ്ഞു, ആഹാ കൊള്ളാലോ, നല്ല പേരാണല്ലോ എന്ന് പറയണം. അതെ, അർജുന്റെ മകന്റെ പേരാണ് അഭിമന്യു എന്നുള്ള. അർജുനേക്കാളും മിടുക്കന്, കാരണം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ എല്ലാ കാര്യങ്ങളും പഠിച്ചവനാ അഭിമന്യു, അതുകൊണ്ട് അവൻ മിടുക്കനാന്ന് പറയണം. അതുകൊണ്ട് ഞാൻ ആ അഭിമന്യു എന്നുള്ള പേര് സെലക്ട് പോലും ചെയ്തേ. ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞു, അതൊക്കെ ശരി തന്നെ, പക്ഷേ എങ്കിൽ അഭിമന്യുവിന് ആയുസ് കുറവല്ലായിരുന്നു ചോദിക്കുക. അത് ശരിയാ ലക്ഷ്മി പറഞ്ഞ ആയുസ് കുറവായിരുന്നു. അപ്പൊ അതുപോലെ നമ്മളെ അഭിമന്യുവിനെ ആവണമെന്നല്ലോ ഒരിക്കലും ഇല്ല, കാരണം അർജുമോനെ നേരത്തെ വിളിച്ചില്ലേ, അപ്പൊ അർജുമോന്റെ ആയുസും കൂടെ നമ്മുടെ മകന് കിട്ടും. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു പേടി വേണ്ടാന്ന് പറയണേ. നമുക്ക് ആൺകുഞ്ഞുണ്ടാവുന്നെങ്കിൽ ഉറപ്പായിട്ടും അഭിമന്യു ഇട്ടാൽ മതി. അങ്ങനെ സെലക്ട് ചെയ്ത അവർ ഇരിക്കുവാണ്. ആ സമയത്താണ് ഗൗതം അങ്ങോട്ട് വരുന്നത്. ഗൗതത്തിനെ കണ്ട അരുന്ധതി ചോദിച്ചു, ഇത് എവിടെയായിരുന്നടാ നീ ഇത്ര സമയം, എവിടെയാലും പോയിട്ട് എപ്പോഴേലും ആണോ വരുന്നതെന്ന് ചോദിക്കും. എന്റെ വല്യമ്മേ, ഇതെന്താ ഇങ്ങനെ പറയണേ, ഞാനൊന്നും അല്ലല്ലോ ഒരു പോലീസ് ഓഫീസർ അല്ലേ, അപ്പൊ എനിക്ക് എന്റേതായ ഡ്യൂട്ടികളും കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കും. മനസ്സിലായെന്ന് പറയണം. പിന്നീട് നന്ദിയോട് ചോദിച്ചു, അല്ല നിർമ്മൽ എന്തിയെന്ന് ചോദിക്കുകയാണ്. നിർമ്മല് മുറിയിലുണ്ടാവും, ഞാൻ അവനെ ഒന്ന് കണ്ടിട്ട് വട്ടെ എന്ന് പറയാണ്. കണ്ടിട്ട് വരാനേ, ഇത് എന്ത് പറ്റിയിടാ, നിനക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായെന്ന് ചോദിക്കുകയാണ്. ഒന്നുമില്ല എന്ന് പറഞ്ഞൊരു കവറൊക്കെ പിടിച്ചോണ്ട് അങ്ങോട്ടേക്ക് ഗൗതം പോവാണ്. പെട്ടെന്ന് തന്നെ അരുന്ധതി പറഞ്ഞു, അവന്റെ പോക്കിൽ എന്തോ ഒരു ദുരിദേശമില്ലേ, സാധാരണ കീരിയും പാമ്പനെയും പോലെയായിരുന്നു രണ്ടുപേരും കൂടെ, പെട്ടെന്ന് ഇത്ര അടുപ്പം തോന്നണമെങ്കിൽ എന്തോ ഒരു കാര്യമുണ്ട്. അതേ പിങ്കി നന്ദേ, നിങ്ങൾ രണ്ടുപേരും ഒരു കാര്യം ചെയ്യാം, ചെന്ന് നോക്ക്. ഇനിയിപ്പോ അവിടെ ചെന്ന് കഴിയുമ്പത്തിന് സന്ധി സംഭാഷണമാണോ, ഇനിയിപ്പം സാധാരണ അവള് സൗഹൃദത്തിലെ സംഭാഷണമൊക്കെ എങ്കിൽ ഇങ്ങോട്ട് തിരികെ പോരെ, അല്ലാതെ അടിയാണോ എന്ന് അറിയത്തില്ല, ഒന്ന് ചെന്ന് നോക്കാൻ പറയാണ്. ആ സമയത്ത് നിർമ്മല എക്സസൈസ് ഒക്കെ ചെയ്തോണ്ടിരിക്കുക. നിർമ്മലിന്റെ അടുത്തേക്ക് ഗൗതം ചെല്ലുവാണ്. അപ്പൊ പുഷപ്പ് എടുത്തോണ്ടിരിക്കുന്ന ഇടയ്ക്ക് പെട്ടെന്ന് ഗൗതമിനെ കണ്ടതും നിർമ്മല ചാടി എഴുന്നേക്കുവാണ്. എഴുന്നേക്കൊന്നും വേണ്ട, ബാക്കി ചെയ്തോളം പറയണേ. അതൊന്നും കുഴപ്പമില്ല സാറെന്ന് പറയാ. അല്ല എന്ത് പറ്റി സാറിപ്പോ ഈ വഴിക്ക്, അല്ല എനിക്ക് നിർമ്മലിനെ ഒന്ന് കാണണം തോന്നി, അതുകൊണ്ട് വന്നാന്ന് പറയാ. കാണാനോ, അത് പതിവുള്ള അല്ലല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചാ. അല്ല നമ്മളെ രണ്ടും കൂടെ കൂടിയ ശത്രുക്കളാണ് ഈ കുടുംബത്തിലെല്ലാരും പറയണേ. അത് ശരിയായിട്ടുള്ള കാര്യമല്ലേ സാറേ, സാറിനെ കണ്ട നാൾ മുതൽ സാർ എന്നെ 7 അയലക്കത്ത് പോലും അടുപ്പിച്ചിട്ടില്ല, അതിനിപ്പോ ഈ വീട്ടുകാർ തെറ്റിദ്ധരിക്കുന്നതില് യാതൊരു അർത്ഥമില്ലെന്ന് പറയണം. കാരണം അവരാ മനസ്സിൽ കണ്ടേക്കുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, എപ്പം നോക്കിയാലും സാർ എന്നെ ചീത്ത പറഞ്ഞ് ഓടിക്കാൻ ശ്രമിക്കാറല്ലേ ഉള്ളെന്ന് ചോദിക്കാം. ഗൗതം പറഞ്ഞു, അതൊക്കെ അങ്ങനെയാ, മനുഷ്യനല്ലേ, പ്രത്യേകിച്ച് പോരാത്തതിന് ഞാനൊരു പോലീസ് ഓഫീസറും, അതൊക്കെ സംഭവിച്ചെന്നിരിക്കുന്നു പറയണം. പിന്നീട് കയ്യിലിരിക്കുന്ന കവർ അങ്ങോട്ട് നിർമ്മലിന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് പിടിച്ചോളാൻ പറയണം. ഇതെന്താ സാർ, ഇത് തനിക്കുള്ളൊരു സമ്മാനം എന്ന് പറയണം. സമ്മാനമോ, സമ്മാനം തരാനായിട്ട് ഇപ്പൊ ഞാൻ വലിയ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, പോരാത്തന് എന്റെ സ്വഭാവം അറിയാലോ, ഞാൻ ഇന്ന് ആരെന്നും അങ്ങനെ സമ്മാനങ്ങളൊന്നും സ്വീകരിക്കുന്ന ആളല്ലെന്ന് പറയണം. ഇത് കേട്ടതും ഗൗതം പറഞ്ഞു, അതൊക്കെ പോട്ടെ, ഇപ്പൊ ഞാൻ തരുന്നതല്ലേ, ആര് തരുന്നതാണെങ്കിലും കാര്യം എന്താന്ന് ആദ്യം പറ. അത് പിന്നെ താമസിച്ചാണ് ഞാൻ ഹാപ്പി ബർത്ത്ഡേയുടെ കാര്യം പറഞ്ഞു, എന്നാലും ആ ബർത്ത്ഡേ ഗിഫ്റ്റ് ആണ് ഇതെന്ന് പറയാണ്. ഓഹോ അതാണ് കാര്യം. പിന്നീട് ഗൗതം ബലമായിട്ട് അത് നിർമ്മലിന്റെ കയ്യിലേക്ക് കൊടുക്കുക. നിർമ്മല് തുറന്നു പോയി കഴിഞ്ഞപ്പത്തിന് വലിയൊരു കുപ്പി, ഫുൾ കുപ്പി സ്കോച്ചാണത്. കണ്ടില്ലേ, ഫുൾ കുപ്പിയുണ്ട് സ്കോച്ച്, എന്താ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട നിർമ്മലൊന്നും മിണ്ടിയില്ല. അല്ല സാർ ഇതൊക്കെ വന്നതിന്റെ ഉദ്ദേശം ഞാൻ പറഞ്ഞല്ലോ, ബർത്ത്ഡേ ആയി കഴിയുമ്പോഴത്തേനും സാധാരണഗതിയില് വേണേ കേക്ക് മേടിക്കാം, പക്ഷെ അതൊക്കെ ചെയ്യും കുഞ്ഞു പിള്ളേർക്ക് കേക്ക് മുറിക്കുന്ന പോലെ അത് ശരിയല്ല. നമ്മൾ ആണുങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടി കഴിയുമ്പോൾ അത് ഒരു കേക്കിൽ ഒതുക്കാൻ പറ്റില്ലല്ലോ,
സ്കോച്ചോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അല്ലേ വേണ്ടേന്ന് ചോദിക്കാം. അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നാ. എന്താ ഞാൻ ഗ്ലാസ് എടുത്തോണ്ട് വരണമെന്ന് ചോദിക്കും. വേണ്ട ഞാൻ എടുത്തോണ്ട് വരാമെന്ന് പറഞ്ഞ് നിർമ്മല് പോവാണ്. അങ്ങനെ ഗ്ലാസ് എടുത്തോണ്ട് വന്നു. രണ്ടുപേരും മദ്യം ഒഴിച്ച് കുടിക്കുവാണ്. ഈ സമയത്ത് ഭയങ്കര കാര്യഗൗരവത്തോട് കൂടിയിട്ട് ഗൗതം നിർമ്മലയോട് ചോദിച്ചു, അല്ല നിർമ്മലെ ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ. എന്താ സാർ കാര്യം? എന്താ ഒന്നും പറഞ്ഞില്ല? അത് പിന്നെ നിർമ്മലിന്റെ വീട്ടുകാരെ കുറിച്ച് ഇതായിട്ടും പറഞ്ഞില്ലല്ലോ, എന്താ അതിനെക്കുറിച്ചൊന്നും പറയാത്തേന്ന് ചോദിക്കും. അത് സാറിന് അറിയത്തില്ല എന്റെ വീട്ടുകാരെ കുറിച്ച്? എനിക്കറിയില്ല. അത് പിന്നെ എന്റെ അച്ഛന്റെ പേര് അറിയാലോ, ബാലഗോപാല്. സാറിന്റെ അപ്പച്ചിയുടെ ഭർത്താവിന്റെ മോനാ ഞാനെന്ന് പറയാം. അതെനിക്കറിയാം. എനിക്ക് അറിയേണ്ട നിർമ്മലിന്റെ അമ്മേനെ കുറിച്ച്. ഓ അതോ, അത് കഥയില്ലാത്തൊരു സ്ത്രീയാ എന്റെ സാറേ. എന്ത് ചെയ്യാനാന്ന് പറ. കിട്ടേണ്ട പരിഗണന സ്നേഹമൊന്നും അവർക്ക് കിട്ടിയിരുന്നില്ല. പിന്നെ ഞാൻ ജനിച്ചതിന് ശേഷം പ്രത്യേകിച്ച്. അതെ, തന്തയില്ലാത്ത കുഞ്ഞെന്ന് വിശേഷിപ്പിച്ച് എന്നെ വളർത്തിക്കൊണ്ട് വന്നേ. ആ ഒരു ചിന്ത വന്നു കഴിഞ്ഞപ്പോഴത്തേ ഞാൻ അവരെ സ്നേഹിക്കാനായിട്ട് പോയില്ല. അതുകൊണ്ട് ഒരിടത്തുനിന്നും അവർക്ക് സ്നേഹവും പരിഗണനയൊന്നും കിട്ടിയിട്ടില്ല. അവരങ്ങനെ അങ്ങ് ജീവിച്ചു പോന്നു. ആരോടും പ്രത്യേകിച്ച് പരിഭവവും ഇല്ല, പരാതികളൊന്നുമില്ല. എന്റെ അവസ്ഥ അങ്ങനെയൊക്കെ തന്നെയാ, അറിയാലോ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗൗതത്തിന് വല്ലാത്തൊരു അസ്വസ്ഥ. ഗൗതം പറഞ്ഞു, വേണ്ട ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് പറയണം. അർജുൻ പറഞ്ഞു, അതാ നല്ലത്. എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനോ അധികം സംസാരിക്കാൻ താല്പര്യമില്ല. അതൊക്കെ അനുഭവിച്ചവർക്ക് മാത്രം ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയത്തുള്ളൂ എന്ന് പറയണം. പിന്നീട് ഗൗതം ഒന്നും അറിയത്തില്ലാത്ത മട്ടില് പതുക്കെ നൈസായിട്ട് നിർമ്മലോട് ചോദിച്ചു, അല്ല നിർമ്മലെ, നിർമ്മല എവിടെയാ ജോലി ചെയ്യുന്നതെന്ന് ചോദിക്കുക. അത് മുമ്പേ ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, സാഗർ ഫിനാൻസ്. ഓ സാഗർ ഫിനാൻസ്, ഇപ്പൊ മനസ്സിലായെന്ന് പറയണം. എന്താ സാർ അങ്ങനെ ചോദിച്ചേ? അല്ല, സാഗർ ഫിനാൻസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ടെന്ന് പറയാണ്. എന്ത് കാര്യങ്ങള്? അതെ, ചോദിക്കുന്നുണ്ടെന്ന് തോന്നരുത് നിർമ്മല്, ഓപ്പൺ ആയിട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചേക്കാം, നേരിട്ട് കാര്യത്തിലേക്ക് കടക്കാന്ന് പറയാണ്. സാറ് കാര്യം എന്താന്ന് പറ. അത് ഒരു 27 കോടി രൂപ സാഗർ ഫിനാൻസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ വിവരങ്ങൾ എനിക്ക് കിട്ടണമെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിർമ്മൽ ഒരു നിമിഷം നോക്കി ഗൗതത്തിനെ. സാർ എന്താ ഉദ്ദേശിച്ചേ? എനിക്ക് എന്റെ വിവരങ്ങൾ കിട്ടണം. അത് എവിടുന്നാ വന്നേ, എങ്ങോട്ടാ പോണേന്നൊക്കെ കൃത്യമായിട്ട് കിട്ടണമെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ നിർമ്മല പറഞ്ഞു, ഓഹോ ഇതിനല്ലേ സാറ് ഈ സ്കോച്ചും കൊണ്ട് വന്നേ? അപ്പോഴേ എനിക്ക് തോന്നി എന്തോ ഊടുണ്ടാവുന്ന. ഇപ്പോഴല്ലേ മനസ്സിലായത് സാറേ, ഈ സ്കോച്ചും കൊണ്ടൊന്നും പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല അത്. കോടികൾ ഓഫർ ചെയ്തിട്ട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെയാണോ സാറിന്റെ ഈ സ്കോച്ച് എന്ന് പറയാ? സാറ് പോകാൻ നോക്കിയേ, സ്ഥലം കളിയാക്കാൻ നോക്കിയേ. ഒരു സ്കോച്ച് വെച്ച് നിർമ്മലിനെ അളക്കാൻ ശ്രമിക്കില്ലെന്ന് പറയാം. പെട്ടെന്ന് ഗൗതം പറഞ്ഞു, നിർമ്മലെ അളക്കാൻ ശ്രമിച്ചല്ല. ദേ മര്യാദയ്ക്ക് നിനക്ക് പറയണം നല്ലത്, അല്ലെങ്കിൽ ഞാൻ പോലീസ് മുറ ഉപയോഗിക്കുമെന്ന് പറയാ. സാർ ഒന്ന് പോ സാറേ, സാർ ഒന്നും ചെയ്യാനായിട്ട് പോകുന്നില്ല. പോലീസ് മുറ ഉപയോഗിച്ചു പോലും. അതെ, കൂടെ നിൽക്കുന്നവരെ വഞ്ചിക്കുന്ന സ്വഭാവം ഈ നിർമ്മലിനില്ല. അത് ചെയ്യുന്ന ഏറ്റവും വലിയ ചതിയാ. അങ്ങനെ ഒരിക്കലും അവൻ ചെയ്യത്തില്ല. ഈ ഒരു ഒറ്റുകാരനല്ല ഈ നിർമ്മൽ എന്ന് പറഞ്ഞിട്ട് നിർമ്മൽ അകത്തേക്ക് കയറി പോവാണ്. പെട്ടെന്ന് ഗൗതം പോയി നിന്നിട്ട് അവന്റെ കയ്യിലേക്ക് അങ്ങോട്ട് പിടിക്കണം. അങ്ങനെ അങ്ങോട്ട് പോകാൻ വരട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇതിനുള്ള ഉത്തരം എനിക്ക് കിട്ടിയിരിക്കണം. ഇല്ലെങ്കിൽ ഈ ഗൗതം IPS ആരാ നീ അറിയൂന്ന് പറയണം. ആയിക്കോട്ടെ സാറേ എന്നും പറഞ്ഞിട്ട് നിർമ്മൽ കൂളായിട്ട് അങ്ങോട്ട് കയറിപ്പോയി. പിന്നീട് രാത്രിയായി. പാതിരാത്രിയായി കഴിഞ്ഞ സമയത്ത് കോളിംഗ് ബെല്ല് കേട്ടാണ് പവിത്ര പോയി കഥവ് തുറക്കുന്നത്. കഥവ് തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും കണ്ടത് നിർമ്മലയാണ്. നിർമ്മലോ നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് നോക്കിക്കുമ്പോൾ കയ്യേലും ദേഹത്തോടെയൊക്കെ ചോര. ഇതെന്താ ഇങ്ങനെ? അയ്യോ പേടിയാന്ന് പറയാണ്. ഞാൻ ആരെയും വിളിക്കാന്ന് പറയണം. വേണ്ട വേണ്ട, ആരെയും വിളിക്കണ്ട, ലൈറ്റ് പോലും ഇടണ്ടെന്ന് പറയണം. ദേ പൊക്കോ, പവിത്ര പൊയ്ക്കോളാൻ പറയണം മുറിയിലേക്ക്. അല്ല നിർമ്മല, അത് പിന്നെ പോവാൻ പറഞ്ഞ് പോയാൽ മതി എന്ന് പറയണം. ആരുടെ ഈ കാര്യം പറയരുതെന്ന് പറയണം. അങ്ങനെ പവിത്ര വല്ലാത്ത വിഷമത്തോടു കൂടി അങ്ങോട്ട് കയറി പോവാണ്. പിന്നീട് പിറ്റേ ദിവസമായി. പിറ്റേ ദിവസം പിങ്കി ചായയൊക്കെ കുടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് പവിത്ര അങ്ങോട്ട് വരുന്നത്. പവിത്ര വന്നിട്ട് പറഞ്ഞു, അല്ല പിങ്കി ചേച്ചി, ഞാൻ എത്ര സമയമായിട്ട് അന്വേഷിക്കുന്നു. പിങ്കി ചേച്ചി ഇത് എവിടെയായിരുന്നു ചോദിക്കുക. അത് പവിത്രേ, നമ്മൾ ഇരിക്കുന്നിടത്ത് വന്ന് അന്വേഷിച്ചല്ലേ നമ്മളെ കിട്ടത്തുള്ളൂ, അല്ലാതെ വേറെ എവിടെയെങ്കിലും അന്വേഷണം നടന്നിട്ട് കാര്യമുണ്ടോ എന്ന് ചോദിക്കും. പിന്നെ ഈ പിങ്കി ചേച്ചിയുടെ കാര്യം വലിയ തത്വമൊക്കെ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഉള്ള കാര്യമല്ലേ പറഞ്ഞത്, അത് പ്രപഞ്ച സത്യമാണ്. നമ്മൾ ഉള്ളിടത്ത് നമ്മളെ വന്ന് അന്വേഷിക്കണം, വേറുള്ളിടത്ത് അന്വേഷിച്ചിട്ട് കാര്യമില്ല. അല്ല നീ കാര്യം എന്താന്ന് പറ. എന്തിനാ അന്വേഷിച്ചേ? അത് പിന്നെ ഒരു സീക്രട്ട് ഉണ്ടെന്ന് പറയണേ. എന്ത് കാര്യം പറ. അന്നില്ലേ ഞാൻ പാതിരാത്രി 12 മണിയൊക്കെ ആയി കഴിയുമ്പോൾ കോളിംഗ് ബെല്ല് ഇട്ടാക്കി പോയി കഥ തുറന്നേ. അരുണേട്ടനായിരിക്കും എന്ന് ഓർത്തിരുന്ന. ഷോപ്പ് അടച്ചിട്ട് രാത്രി വരുന്ന സ്വഭാവം ഉണ്ടല്ലോ, അങ്ങനെയാന്ന് കരുതിയാ പോയി കഥ തുറന്നേ. പക്ഷെ കഥ തുറന്നു കഴിഞ്ഞപ്പോഴത്തേനും അത് നിർമ്മലായിരുന്നു പറയണം. ആഹാ നിർമ്മലാണോ? അതിനിപ്പോ എന്താ കുഴപ്പമിരിക്കുന്നത്? നിർമ്മല ആ സമയത്തൊക്കെ ചിലപ്പം വരും. നിർമ്മലിന്റെ ജോലി അങ്ങനത്തെ ജോലിയല്ലേ, എപ്പോഴും ഏത് സമയത്താ വരുന്നതെന്ന് പോകുന്നൊന്നും പറയാൻ പറ്റില്ലെന്ന് പറയണം. അതല്ല പിങ്കി ചേച്ചി കാര്യം. പിന്നെയോ നിർമ്മലിന്റെ ദേഹത്ത് മുഴുവൻ ചോരയായിരുന്നു പറയണം. ചോര, അതെ, എവിടെയോ പോയി എന്തോ വഴക്കുണ്ടാക്കിയിട്ട് വന്നോണെന്ന് അറിയില്ല, ചോരയായിരുന്നു പറയും. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി ഒരു നിമിഷം ഞെട്ടി. എന്നിട്ട് നീ എന്താ പവിത്ര ഇത്ര സമയം പറയായിരുന്നേ? അല്ല അത് പിന്നെ ഞാനേ പറയാതിരുന്ന, ഇനി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ആകെപ്പെട്ടൊരു പേടി. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരോടും പറയരുതെന്ന്, അതുകൊണ്ടാണ് ഞാൻ പറയായിരുന്നേ. ഇപ്പൊ എനിക്ക് പറയാൻ തോന്നിയത്, എങ്ങാനും അവിടെ കിടന്ന് രക്തം മാർന്ന് മരിച്ചു കഴിഞ്ഞാലേ എല്ലാരും പോയി തൂങ്ങേണ്ട വരത്തില്ലേ, അതുകൊണ്ടാന്ന് പറയണേ. കേട്ട പാതി കേൾക്കാത്ത പാതി നേരെ നിർമ്മലിന്റെ അടുത്തേക്ക് ഓടുക. അങ്ങനെ ചെന്ന് കഴിയുമ്പോഴത്തേനും നിർമ്മല അവിടെ കണ്ണടച്ച് കിടക്കുന്നുണ്ടായിരുന്നു. ഓടി ചെല്ലുവാണ്.
അർജുൻ എന്ന് പറഞ്ഞിട്ടൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴും ഓർത്ത അയ്യോ ഇത് അർജുനല്ലോ, ഇതെന്താ എപ്പോഴും അർജുനെ കുറിച്ചുള്ള ചിന്തകൾ വരുന്നേ, നിർമ്മലാണല്ലോ എന്നുള്ള കാര്യം പിങ്കിക്ക്. പെട്ടെന്ന് പിങ്കി അങ്ങ് ചെന്നിട്ട് നിർമ്മലിനെ വിളിക്കുകയാണ്. അപ്പൊ പവിത്രയും കൂടെ അങ്ങോട്ട് വന്നു. നിർമ്മലേ നിർമ്മലേ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴേക്കും നിർമ്മൽ പതുക്കെ കണ്ണുറന്ന് നോക്കുകയാണ്. പിങ്കിയെ കണ്ടു ചോദിച്ചു, നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ? അത് പിന്നെ നോക്കി കഴിയുമ്പോൾ കയ്യിലൊക്കെ മുറിവ് കണ്ടു. ഇതെന്ത് പറ്റിയ നിർമ്മലേന്ന് ചോദിക്കുകയാണ്. പിന്നീട് അപ്പുറത്തെ കയ്യിലും കണ്ടു. അയ്യോ ഇതെന്താ, നമുക്ക് ഹോസ്പിറ്റലിൽ പോയാലെന്ന് ചോദിക്കുക. വേണ്ട ഹോസ്പിറ്റലൊന്നും പോകണ്ട, നല്ല വേദനയുണ്ടോ? അതെ വേദനയൊക്കെ ഉണ്ടാകുന്ന കുഴപ്പമില്ലെന്ന് പറയണം. പെട്ടെന്ന് പറഞ്ഞു, പവിത്രേ നീ പോയിട്ട് ആ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വാ, നന്ദയുടെ മുറിയിൽ പോയിട്ട് നമുക്ക് ഈ മുറിവൊക്കെ ഒന്ന് ഡ്രസ്സ് ചെയ്യാന്ന് പറയാണ്. അങ്ങനെ പവിത്ര അത് എഴുക്കാനായിട്ട് അങ്ങോട്ട് എഴുന്നേറ്റ് പോവാണ്. ഈ സമയത്താണ് നിർമ്മല ആ കാര്യം പറഞ്ഞതേ, ഇപ്പൊ ഒരാളങ്ങ് വന്ന് പോയതുള്ളൂ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നന്ദ ഡോക്ടർ ഹോസ്പിറ്റലിൽ പോകാന്നൊക്കെ പറഞ്ഞ് ഞാൻ സമ്മതിച്ചില്ല. അപ്പൊ അവിടെ അടുത്ത ആളും കൂടെ വന്നിരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും എന്താ ഇവിടെ എന്നെ ശുശ്രൂഷിക്കുന്ന ജോലിയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കാണ് നന്ദ ഒരു പാത്രത്തിനകത്ത് കുറച്ച് തിളച്ച വെള്ളവും ഒരു തുണിയൊക്കെ ആയിട്ട് വന്നേ. പിന്നീട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പറഞ്ഞു, അതേ ദേഹമൊക്കെ നന്നായിട്ടൊന്ന് തുടയ്ക്കണം, ആ മുറിവുള്ള ഭാഗത്തൊക്കെ നന്നായിട്ട് ചൂട് പിടിക്കുകയാണെങ്കിൽ ചതവ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയിക്കോളെന്ന് പറയാണ്. എനിക്ക് കുഴപ്പമില്ല ഡോക്ടർ എന്ന് പറയാം. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങോട്ട് കിടക്കും, ഞാൻ ചൂട് പിടിക്കാതെ പറഞ്ഞ് ചൂട് പിടിക്കുകയാണ്. ഈ കാഴ്ച കണ്ടുകൊണ്ട് പിങ്കി ഇങ്ങനെ നിൽക്കുക. പിന്നീട് നന്ദ പറഞ്ഞു, പിങ്കി ഒരു മിനിറ്റ് ഈ തുണിയൊന്ന് പിടിച്ചേ, ഞാൻ പോയി ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തോണ്ട് വരാന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ പിങ്കി എന്ത് ചെയ്യണം, ആ തുണിയും പിടിച്ചോണ്ട് നേരെ ബന്ധമിന്റെ അടുത്തേക്ക് ഇല്ലുവാണ്. എന്നിട്ട് ആ കയ്യിലൊക്കെ പതുക്കെ വെക്കുവാണ്. എങ്ങനെയുണ്ട് ഇപ്പൊ കുറവുണ്ടെന്ന് നിൽക്കും, ഉണ്ടെന്ന് പറയാണ്. അതിനുശേഷം നിർമ്മലും പിങ്കി പരസ്പരം കണ്ണിക്കണ്ട് നോക്കുവാണ്. നിർമ്മലിനെന്തോ ഒരു വല്ലാത്ത ഫീലിങ്സ് ഒക്കെ തോന്നി. അതുപോലെ തന്നെ പിങ്കിക്കും. പിങ്കി ഓർത്തിത് എന്താ ഇങ്ങനെ, തനിക്ക് ഇതിനു മുമ്പ് തോന്നിയിട്ടല്ലോ, പക്ഷെ ഇപ്പോഴെന്താ ഇങ്ങനെ ഓർത്ത് ചിന്തിക്കുവാണ്. അപ്പോഴാണ് നന്ദ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും പിങ്കി ഇങ്ങനെ നിർമ്മല തന്നെ നോക്കിയിരിക്കുന്ന കാഴ്ച കണ്ടേ. ഇത് കണ്ടത് ഒരു നിമിഷം നന്ദി അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുക. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രൊമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.